കോഡ് സ്റ്റേറ്റ് വേഴ്സസ് നോബഡി. പ്രിയദർശി അഭിനയിച്ചിട്ടുള്ള റാം ജഗദീഷ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഫിലിം, തെലുഗു ഫിലിമാണ്. ഇപ്പം നടക്കുന്ന ഇൻസിഡൻസുമായിട്ട് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. പോക്സോ കേസും അതിൻ്റെ മിസ്യൂസും ആണ് സിനിമ ഡിസ്കസ് ചെയ്യുന്നത്. ഭയങ്കര ഇൻറ്റൻസായിട്ട് തന്നെ ഈ സിനിമ അത് കൊണ്ടുപോയിട്ട് ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഇമോഷണലി പെട്ടെന്ന് കണക്റ്റഡ് ആവുന്ന സിനിമയാണ്. അഭിനയിച്ചവരെല്ലാവരും തന്നെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മ്യൂസിക് നന്നായിട്ടുണ്ട്. ബട്ട് കുറച്ച് ഫ്ലോസ് നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് മൂവി. ഈ സിനിമയ്ക്കൊരു 2 hours 30 minutes എനിക്ക് തോന്നി അത് കുറച്ച് കൂടുതലായിട്ടുള്ള റൺ ടൈമാണ്. കാരണം കുറച്ച് പോർഷൻസ് അവോയ്ഡ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കുറച്ചൊക്കെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറി തന്നെയാണ്. ബട്ട് സ്റ്റിൽ അത് ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആയതുകൊണ്ട് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മുടെ ഇന്ത്യൻ ലോയിൽ നിയമത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട് എന്ന് വീണ്ടും റീമൈൻഡ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ, സിറ്റുവേഷൻസ് നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു മാറ്റമില്ല. സ്റ്റിൽ ഈ സിനിമയും അതിനെപ്പറ്റി തന്നെ സീരിയസ് ആയിട്ട് അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കിക്കാണുന്ന ഒരു കേസ് നടന്നല്ലോ, ഇൻസിഡൻറ്റ് എന്തായിരിക്കും, ആ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആലോചിക്കാൻ ആ സിനിമയെ നോക്കി കാണുന്നത്. ആ ഇൻസിഡൻറ്റിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരുന്നു, ആ ഇൻസിഡൻറ്റ് എന്തായിരുന്നു, അതിനാണ് മോസ്റ്റ്ലി നമ്മൾ കാണാനും അതിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ക്യൂരിയസ് ആയിട്ടുണ്ടാവുക. പക്ഷേ ഈ സിനിമയിൽ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ സിനിമയെ ഫോളോ അപ്പ് ചെയ്ത് പോകുമ്പോൾ സിനിമ ശരിക്കും നമ്മളെ അവിടെ നിന്ന് ഒന്ന് മാറ്റി ചിന്തിച്ച് ആ ഒരു ടീനേജ് ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു ബിഗ് പ്ലസ് ആണെന്ന് വിചാരിക്കുന്നു. കാരണം സീരിയസ് ആയിട്ടുള്ളൊരു കേസിൻ്റെ വിചാരണ നടക്കുമ്പോഴും നമുക്കങ്ങനെ നമ്മളെ ആ മൈൻഡിൽ അങ്ങോട്ട് മാറ്റി പഴയ മെമ്മറീസ് എല്ലാം റീകളക്ട് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീൻസ് കൊണ്ടുവരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് ആ ഒരു സീൻ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇതൊക്കെ ഭയങ്കര ഓവറല്ലേ എന്ന് തോന്നിയേക്കാം. ബട്ട് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ജനിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കിത് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ തരുന്നൊരു ഇതായിരിക്കും. കാരണം അത്രയും ഒരു രസമുള്ള കുറച്ച് ഇൻസിഡൻസ് വെച്ചിട്ട് നമുക്ക് ആ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ആ ലവ് സ്റ്റോറി അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ പ്രിയദർശി എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിയുടെ അധികം സിനിമകൾ ഞാൻ കണ്ടിട്ടില്ല. മുമ്പൊരു മല്ലേശം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിം ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഭയങ്കര എൻഗേജിങ് ആണ്. എനിക്കത് ഫേവറേറ്റ് ആണ്. ഒരു തെലുഗുവിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫിലിമാണ് മല്ലേശം എന്ന് പറഞ്ഞിട്ടുള്ള. ഇത് ആക്ച്വലി കേരളത്തിൽ റിലീസായിട്ടില്ല. കോയമ്പത്തൂർ അങ്ങനത്തെ സ്റ്റേറ്റിൽ മാത്രമേ റിലീസായിട്ടുള്ളൂ. അപ്പോൾ ഇനി അടുത്തായതുകൊണ്ട് കോയമ്പത്തൂർ അടുത്തായതുകൊണ്ട് പോയി കാണാൻ പറ്റി. ഒരു 3-4 സോങ് ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. കേസിനെ പറ്റി നടക്കുന്നൊരു ഇതായതുകൊണ്ട് ഇടയിൽ വരുന്ന സോങ്സ് സിനിമയെ കുറച്ച് ഡിസ്റ്റർബ് ചെയ്തോ എനിക്കൊരു സംശയമുണ്ട്. ബട്ട് സ്റ്റിൽ അത് ഒഴിച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എ ഗുഡ് വാച്ച്. നമ്മൾ OTT ഇറങ്ങുമ്പോൾ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്.